ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. അത് നിങ്ങളുടെ ഷെയർ വഴി എങ്ങനെയാണെന്നും എൻ്റെ ഷെയർ വഴി എങ്ങനെയാണ് ജോബ് കിട്ടുന്നതെന്നും ചിലപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും. അതായത് എൻ്റെ ഇവിടുത്തെ 10-13 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനുള്ള ഗ്രൂപ്പുകൾ, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറേ ഗ്രൂപ്പുകൾ, അവരെ നേരിട്ടിറക്കുന്ന ജോബ് വേക്കൻസികൾ, എന്നെ നേരിട്ടിറക്കുന്ന ജോബ് വേക്കൻസികൾ, ഇവയെല്ലാം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ആ ജോബുകൾ കിട്ടുവാനും അതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ജോലികൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനും, അതേപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത മറ്റ് ജോലികളൊക്കെ നിങ്ങൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ മറ്റേതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വഴി അവർക്കും അതിന് പരിശ്രമിക്കാവുന്നതാണ്. അതുവഴി ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. ഇതൊരു സഹായം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഒത്തിരി ആളുകൾ ഇതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ അതുവഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. ആ ജോബ് വേക്കൻസികൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അതാത് ജോലികളിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ജോബ് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ജോബ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുള്ളൂ. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത മറ്റ് ജോലികളിലേക്ക് നിങ്ങൾ ആരും തന്നെ CV അയച്ചു കൊടുക്കരുത്. അതേപോലെ ആ ജോബുകളെല്ലാം സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോബുകളാണ് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ആരും തന്നെ ഒരു രൂപ പോലും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികൾക്കൊന്നും നമുക്ക് എപ്പോഴും എല്ലാവരെയും കോൺടാക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനും ഇവിടെ ഒരു സാധാരണക്കാരനായി ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ജോബ് കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അതിനിടയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയം ഞാൻ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം അതേപോലെ തന്നെ 3000 ആളുകൾക്കുള്ള വേക്കൻസിയുടെ ജോബ്, അതിൻ്റെ ജോബിന് ആളുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേക്കൻസി സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ തലപ്പാത്തിലേക്കാണ്, ഡെലിവറി ജോബാണ്. അപ്പോൾ ആ ജോലിക്കും താല്പര്യമുള്ള ആളുകൾക്ക് 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അതിനപേക്ഷിക്കാവുന്നതാണ്. ലേഡീസിനല്ല, ഇത് ഫുള്ള് ജെൻസിന് വേണ്ടി മാത്രമുള്ള ജോബാണ്. അപ്പോൾ അത് എല്ലാവരും ഓർക്കണം. അത് നല്ല ജോബാണ്. അതായത് ഒരു 75,000 രൂപ മുതൽ 1.5 ലക്ഷത്തിന് മുകളിൽ മാസം അധ്വാനിക്കാൻ കഴിവുള്ളവർക്ക്, അതായത് ആർക്കൊക്കെയാണോ ജോലി ചെയ്യാൻ മടിയില്ലാത്തവർക്ക് കയറി വരാനും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനും കഴിയുന്നതാണ്. ഞാൻ ചിരിച്ചതെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നതും ഇന്നലത്തെ ഒരു കമന്റ് ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചത്. കാരണം ഇവിടെ ഒരുപാട് ആളുകളാണ് ജോബ് ഇല്ലാണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ ജോബ് ഇല്ലാതിരിക്കുന്നതല്ല, ജോബ് ചെയ്യാൻ മടിയായതുകൊണ്ടാണ്. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. ജോലി ചെയ്യാൻ മടിയാണ്. എല്ലാവരെയും കുറ്റം പറയുന്നതല്ല, അങ്ങനെ മടിയുള്ള കുറച്ച് ആളുകൾ, അവർക്കാണല്ലോ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞതുള്ളൂ. കാരണം ഞാൻ ഈ 3000 പേരുടെ വേക്കൻസി പറഞ്ഞു ചെന്നപ്പോൾ ആ കമ്പനിയിലുള്ള ആള് നമ്മൾ കൊണ്ടുവന്ന 13 പേര്, എന്നാൽ നമ്മൾ മുഖാന്തരം വന്ന 13 പേരുടെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്, ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ തന്നെ, അതും പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാൽ തന്നെ മടിയന്മാരാണെന്ന്. പക്ഷെ പാകിസ്ഥാനികളാണെന്നുണ്ടെങ്കിൽ നല്ലോണം വർക്ക് ചെയ്യും. അവർക്ക് അതിന് വേണ്ട മന്ത്ലി ഇൻകം അവർ തന്നെ അതിന് മാക്സിമം അവർ ഏൺ ചെയ്തെടുക്കുകയും ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കമ്മീഷൻ ബേസ്ഡ് ജോബാണ്. 13 മണിക്കൂർ, 14 മണിക്കൂർ, 15 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ മനസ്സുള്ള ആളുകളാണെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ജോബാണിത്. സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ പോലെ തന്നെ പെർ ഓർഡർ ബേസ്, കിലോമീറ്റർ ബേസ്ഡ് ആണ് ഇവർക്ക് ഇതിനകത്ത് കമ്മീഷൻ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാം കൂടി ഓർക്കുമ്പോൾ ഒരു ചിരി വരുമല്ലോ, അങ്ങനെ ഒന്ന് ചിരിച്ചു പോയതാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അതേപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം.